എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മെയ് മാസം 15-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് സീരീസിലെ മെയ് മാസം 15-ാം തീയതിയിലെ ചോദ്യങ്ങൾ നോക്കുന്നതിനായി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, 2026 മെയ്യിൽ ഒമാൻ സുൽത്താനേറ്റിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത്? ഉത്തരം പ്രശാന്ത് പിസെ. 2026 മെയ്യിൽ ഒമാൻ സുൽത്താനിലേക്കുള്ള ഇന്ത്യൻ അംബാസഡറായി നിയമിതനായ വ്യക്തിയാണ് പ്രശാന്ത് പിസെ. അപ്പോൾ ഒമാനിലേക്കുള്ള ഇന്ത്യൻ അംബാസഡറാണ് പ്രശാന്ത് പിസെ. അടുത്ത ചോദ്യം, സമുദ്ര ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ധനകാര്യ സേവന വകുപ്പ് ആരംഭിച്ച ഇൻഷുറൻസ്? ഉത്തരം ഭാരത് മാരിടൈം ഇൻഷുറൻസ് പൂൾ. നമുക്കറിയാം, ഇപ്പോൾ ഈ യുദ്ധങ്ങളും മറ്റും നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ സമുദ്രത്തിൽ വെച്ചുള്ള അപകടങ്ങളും ഇതെല്ലാം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സമുദ്ര ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ധനകാര്യ സേവന വകുപ്പ് ആരംഭിച്ച ഇൻഷുറൻസ് ആണ് ഭാരത് മാരിടൈം ഇൻഷുറൻസ് പൂൾ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും നീളമേറിയ സിംഗിൾ മാസ്റ്റ് അസിമെട്രിക് കേബിൾ സ്റ്റേഡ് പാലം? ഉത്തരം ദാൻജിയാങ് പാലം, തായ്വാൻ. തായ്വാനിലെ ദാൻജിയാങ് പാലമാണ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ സിംഗിൾ മാസ്റ്റ് അസിമെട്രിക് കേബിൾ സ്റ്റേഡ് പാലം. അടുത്ത ചോദ്യം, മൈക്രോ പ്ലാസ്റ്റിക് മലിനീകരണം തടയുന്നതിനുള്ള ഇക്കോ പർച്ച് എന്ന കണ്ടുപിടുത്തത്തിന് 2026 എർത്ത് പ്രൈസ് യുവ പുരസ്കാരത്തിന് അർഹയായ മലയാളി വിദ്യാർത്ഥി? ഉത്തരം ആര്യ സതീശൻ. മൈക്രോ പ്ലാസ്റ്റിക് മലിനീകരണം തടയുന്നതിനുള്ള ഇക്കോ പർച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? മൈക്രോ പ്ലാസ്റ്റിക് മലിനീകരണം തടയുന്നതിനുള്ള ഇക്കോ പർച്ച് എന്ന കണ്ടുപിടുത്തത്തിന് 2026 എർത്ത് പ്രൈസ് യുവ പുരസ്കാരം ലഭിച്ച മലയാളി വിദ്യാർത്ഥിനിയാണ് ആര്യ സതീശൻ. അടുത്ത ചോദ്യം, സോമനാഥ് ക്ഷേത്ര പുനർനിർമ്മാണത്തിന്റെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയ നാണയം എത്ര രൂപയുടേതാണ്? ഉത്തരം 75 രൂപ. അതായത് സോമനാഥ് ക്ഷേത്രം പുനർനിർമ്മിച്ച് ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് 1951 മെയ് 11-നാണ്. അതിൻ്റെ 75ാമത് വാർഷികമാണ് 2026 മെയ് 11-ന്. അപ്പോൾ അതിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയവും 75 രൂപ നാണയമാണ്. അത് പുറത്തിറക്കിയത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ 75 രൂപ നാണയമാണ് സോമനാഥ് ക്ഷേത്ര പുനർനിർമ്മാണത്തിന്റെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കി. അടുത്ത ചോദ്യം, BBC സംപ്രേഷണം ചെയ്യാൻ വിസമ്മതിച്ച ഏത് ഡോക്യുമെന്ററിക്കാണ് ഈ വർഷത്തെ ബാഫ്റ്റ ടെലിവിഷൻ അവാർഡ് ലഭിച്ചത്? ഉത്തരം ഗാസ ഡോക്ടേഴ്സ് അണ്ടർ അറ്റാക്ക്. BBC സംപ്രേഷണം ചെയ്യാൻ വിസമ്മതിച്ച ഏത് ഡോക്യുമെന്ററിക്കാണ് ഈ വർഷത്തെ ബാഫ്റ്റ ടെലിവിഷൻ അവാർഡ് ലഭിച്ചത്? ഉത്തരം ഗാസ ഡോക്ടേഴ്സ് അണ്ടർ അറ്റാക്ക്. അടുത്ത ചോദ്യം, 2026 79ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം പാർക്ക് ചാൻ ബുക്ക്. ഏഷ്യൻ വംശജനായ പാർക്ക് ചാൻ ബുക്കാണ് 2026 79ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ജൂറി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, സാത്താൻ 2 എന്ന് അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതെന്ന് റഷ്യ അവകാശപ്പെടുന്ന പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ? ഉത്തരം സർമദ്. സാത്താൻ 2 എന്ന് അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതെന്ന് റഷ്യ അവകാശപ്പെടുന്ന പുതിയ ഭൂഖണ്ഡാന്തര മിസൈലാണ് സർമദ്. അപ്പോൾ ഇത്രയുമാണ് മെയ് 15-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതെ കൃത്യമായി പഠിക്കാനായി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും കൃത്യമായി കറണ്ട് അഫയേഴ്സിനായി സമയം കണ്ടെത്തി കറണ്ട് അഫയേഴ്സിൽ നിന്ന് മുഴുവൻ മാർക്കും വാങ്ങാനായി ശ്രമിക്കുക. എല്ലാ പരീക്ഷകൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കാനായി ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്